മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പീരപ്പമൻകാട് പാടശേഖര സമിതിയുടെയും സൗഹൃദ സംഘത്തിന്റെയും നേതൃത്വത്തിൽ വയൽ ഇഫ്താർ സംഘടിപ്പിച്ചു. ശ്രീ ഭൂതനാഥൻകാവ് ക്ഷേത്ര മൈതാനിയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം സംഘടിപ്പിച്ച വയൽ ഇഫ്താർ ചിറയൻകീഴ് നിയോജക മണ്ഡലം MLA വി ശശി ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടിപ്പിച്ചിരിക്കുന്ന വയൽ ഇഫ്താർ ഇത് വലിയൊരു സാംസ്കാരിക കൂട്ടായ്മയാണ്. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ അഭിനന്ദിക്കുക. നമ്മൾ ഈ വെട്ടിക്കൽ പാലം നിർമ്മാണം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ ഇതൊരു വലിയൊരു സംഭവമാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രദേശമായി മാറപ്പെടും എന്ന് ഒരു നിമിഷം പോലും ചിന്തിച്ചിരുന്നു. പക്ഷേ ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ജാതി മതത്തിന് അതീതമായി ഒരു സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് രൂപം നൽകാൻ കാണിച്ച പരിശ്രമത്തെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഒരു 8 വാക്കേ പറയാനുള്ളൂ. ഈ കൂട്ടായ്മ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന കൂട്ടായ്മയാണ്. ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട്. ഖുർആൻ വായിക്കുന്നവരും ഭഗവത്ഗീത വായിക്കുന്നവരും ബൈബിൾ വായിക്കുന്നവരും ഒക്കെ കയ്യിൽ പിടിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന ഇതെല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടനാനുസൃതമായി അതിൽ ഉന്നയിച്ചിട്ടുള്ള മൂല്യങ്ങൾ നമ്മുടെ പൂർവികർ നമുക്ക് ആ ഗ്രന്ഥത്തിലൂടെ നൽകിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മതേതര സ്വഭാവത്തോടുകൂടി ഒരു വലിയ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് രൂപം നൽകി ഈ പ്രദേശത്തെ ജനങ്ങൾ ഈ രീതിയിൽ വലിയ അർത്ഥങ്ങൾ ജനങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് ഒരുക്കുന്ന വേദികളെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഇത് വയൽ ഇഫ്താർ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് ഞാൻ ഇവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. ഞാൻ വിശദീകരിക്കുന്നില്ല. എല്ലാവിധ ഭാവങ്ങളും നമുക്കുണ്ടാവും. ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് ഇതേപോലെ മുന്നോട്ട് പോകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഞാൻ വളരെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പാതയോരത്ത് ഭിക്ഷയാചിക്കുന്ന ഒരു മനുഷ്യൻ, വഴിയെ നടന്നു പോകുന്നവർ തന്റെ കീശയിലുള്ള നാണയത്തുട്ടുകൾ എടുത്ത് ഭിക്ഷപാത്രവുമായി ആൾക്കാരുടെ മുന്നിലേക്ക് നീട്ടി നിൽക്കുന്ന ആ മനുഷ്യന്റെ പാത്രത്തിലേക്ക് നാണയത്തുട്ടുകൾ ഇട്ടു കൊടുക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അങ്ങ് അകലെ നിന്നും സൗമ്യനായ ഒരു വ്യക്തി, കണ്ടാൽ അദ്ദേഹം നല്ല ധർമ്മം ചെയ്യാൻ മനസ്സുള്ള അതിനുള്ള കഴിവുള്ള വ്യക്തിയാണ് എന്ന് യാചകനായ മനുഷ്യന് മനസ്സിലായി. ആ യാചകനായ മനുഷ്യൻ അദ്ദേഹത്തിൽ നിന്ന് നല്ല ഒരു തുക പ്രതീക്ഷിച്ചുകൊണ്ട് പിച്ചപ്പാത്രവും നക്കിപ്പിടിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. ആ മനുഷ്യൻ തന്റെ കീശയിലൊക്കെ തപ്പി നോക്കിയപ്പോൾ കീശ കാലിയായിരിക്കുന്നു. ആ സമയത്ത് ആ വന്ന മനുഷ്യൻ ഈ യാചകനായ മനുഷ്യനോട് പറഞ്ഞു, സഹോദര, എന്റെ കൈവശം ഇപ്പോൾ നിനക്ക് തരാൻ ഒന്നുമില്ല. ഇനി ഒരിക്കൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ താങ്കൾക്ക് ഞാൻ ഒരു നല്ല ധർമ്മം തരാം എന്ന് പറഞ്ഞപ്പോ യാചകനായ മനുഷ്യൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പിച്ചപ്പാത്രം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നേ വരെ ലോകത്തിൽ ഒരു മനുഷ്യനും എനിക്ക് തന്നിട്ടില്ലാത്ത ഒരു ധർമ്മമാണ് താങ്കൾ ഇന്ന് എനിക്ക് തന്നിരിക്കുന്നത്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്താണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത്? ഒന്നും കൊടുത്തില്ലല്ലോ. കീശ നോക്കിയപ്പോ കീശ കാലിയാണ്. പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത്ഭുതത്തോടെ നിൽക്കുന്ന സമയത്ത് ആ യാചകനായ മനുഷ്യന് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നേ വരെ ഒരൊറ്റ മനുഷ്യൻ പോലും എന്നെ സഹോദര എന്നെന്റെ മുഖത്ത് നോക്കി വിളിച്ചിട്ടില്ല. സഹോദര എന്ന് എന്റെ മുഖത്ത് നോക്കി ഇന്നേ വരെ ഒരു മനുഷ്യനും വിളിച്ചിട്ടില്ല. എന്നെ ഒരു സഹോദരനായി കാണാനുള്ള നിങ്ങളുടെ ഈ മനസ്സ് പോലുള്ള ഒരു ധർമ്മം ഇതുവരെ ഒരു മനുഷ്യരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ജയശ്രീ,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RP നന്ദുരാജ്, ഇടയ്ക്കോട് മുസ്ലിം ജമാഅത്ത് ഇമാം നിളാമുദ്ദീൻ ബാക്കവി, ഫാദർ ജോമോൻ അഗസ്റ്റിൻ, ഊരൂപ്പൊയ്ക ഇമാം ഷറഫുദ്ദീൻ മൗലവി, പാടശേഖര സമിതി ഭാരവാഹികളായ രാജേന്ദ്രൻ നായർ, സാബു VR, രതീഷ് രവീന്ദ്രൻ, A അൻഫാർ, വിജു കോരാണി, B രാജീവ്, ബിജു മാറ്റാടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ T വിജു, V ഷൈനി, ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഇഫ്താർ സ്നേഹ സമ്മാന വിതരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റീബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.